ഇന്ന് നമുക്ക് വളരെ ലോ ബഡ്ജറ്റിൽ ഒരു പ്ലാന്റ് ഡെക്കോറിയം സെറ്റ് ചെയ്താലോ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പഴയ ഒരു പ്ലാന്റ് ഡെക്കോറിയത്തിൽ ഉണ്ടായിരുന്ന ഗ്രാവൽസും ആമസോൺ സോയിലിൻ്റെ ഒക്കെ ഒരു മിക്സ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ബേസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ പ്ലാന്റ് ഡെക്കോറിയം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിലങ്ങനെ കാര്യമായിട്ട് ഇന്നതേ ചെയ്യാവൂ എന്നുള്ളൊരു നിയമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നോക്കിയിരിക്കാൻ നല്ല ഒരു മെഡിറ്റേഷനാണ്. കുട്ടികളൊക്കെ വീട്ടിൽ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അവർക്ക് ഒരുപാട് സമയം എൻഗേജ്ഡായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറേ ഫോക്കസ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഗ്രാവൽസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് വാഷ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഗ്രാവൽസിന് പകരം നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലുള്ള പുഴപ്പുഴി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രാവൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് സോയിലും യൂസ് ചെയ്യുക. കലങ്ങി പോവാത്ത ഏതെങ്കിലും ഒരു സോയിൽ നോക്കി യൂസ് ചെയ്യുക. കഴിയുന്നതും പുഴപ്പുഴി ഉണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബേബി മെറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യുക കേട്ടോ. നേരത്തെ ഇട്ടിരിക്കുന്ന ഗ്രാവൽസ് നമ്മൾ കൈ കൊണ്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു മലയുടെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു കോർണറിലേക്ക് കൂട്ടി വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു ഡ്രിഫ്റ്റ് വുഡിൻ്റെ പീസാണ്. നിങ്ങളടുത്ത് ഡ്രിഫ്റ്റ് വുഡിൻ്റെ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ ചെന്ന് ചെറിയ പീസൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അധികം റേറ്റ് ഒന്നും വരില്ല. ഡ്രിഫ്റ്റ് വുഡിന് എനിക്ക് തോന്നുന്നു കിലോ റേറ്റാണ്. 1 kg ഇത്ര റേറ്റ് എന്നുള്ള കണക്കിലാണ് വരിക. നിങ്ങൾക്ക് ചെറിയ പീസൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ നിങ്ങളെ പുഴയിലോ നിങ്ങളെ വീടിൻ്റെ പരിസരത്തൊക്കെ ഏതെങ്കിലും ഡിസൈൻ വുഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങി എടുത്തിട്ട് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡ്രിഫ്റ്റ് വുഡ് പ്ലേസ് ചെയ്തതിന് ശേഷം അതിന് ചുറ്റും നമ്മൾ കുറച്ചും കൂടി ഗ്രാവൽസ് ഒക്കെ ഇട്ട് ഡ്രിഫ്റ്റ് വുഡ് കുറച്ച് മുങ്ങി നിൽക്കുന്ന പോലെ സെറ്റ് ചെയ്യണം. ഇതിന് ശേഷം നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു സ്റ്റോണാണ്. നമ്മളെ നാട്ടിൽ തന്നെ കിട്ടുന്ന, നമ്മളെ വീടിൻ്റെ പരിസരത്ത് തന്നെ കിട്ടുന്ന ഒരു സ്റ്റോണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഭംഗി തോന്നുന്ന, നമ്മളെ കണ്ണിന് ഭംഗി തോന്നുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ആമസോൺ സോഡാണ് കേട്ടോ. ഒരു ആമസോൺ സോഡ് നമ്മളൊരു 4 to 5 പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും എണ്ണ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1, 2, 3 മാക്സിമം ഒരു 4 പീസ് വരെയൊക്കെ ആഡ് ചെയ്യാം. ഇത്രയും ചെറിയ കോരത്തിൽ ഓവറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റൊക്കെ ഗ്രോ ചെയ്യും. അതിന് പുറമെ നമുക്ക് ഒരു പ്ലാന്റ്സിനൊരു വളരാനുള്ളൊരു ഫ്രീഡം കിട്ടില്ല. അത്ര മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ വളരെ കുറച്ച് പ്ലാന്റ്സ് ആഡ് ചെയ്യാം, എന്നിട്ട് അതിന് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റെം പ്ലാന്റ്സ് ഒക്കെയാണ് കട്ട് ചെയ്ത് ചെയ്യാം. ആമസോൺസോളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വളരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പം നമുക്ക് വളരെ എണ്ണം കുറച്ച് വെച്ചാൽ മതി. നമ്മളിവിടെ കൂടുതൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടുത്തെ പ്ലാന്റ്സ് സ്റ്റോക്ക് ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്ലാന്റ്സ് വെച്ചത്. ഗ്രോ ചെയ്ത് അവസാനത്തെ ഫൈനൽ റിസൾട്ട് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. ഗ്രോ ആയി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും. എല്ലാ പ്ലാന്റ്സും ലിമിറ്റഡ് ആയിട്ട് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. ബാക്കി കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് റീപ്പോർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലാന്റ്സിൻ്റെ എണ്ണം കൂടും, തിക്കായിട്ട് വരും. അപ്പോൾ അതിനും കൂടി കണ്ടിട്ട് പ്ലാന്റ്സ് വളരും എന്നുള്ളതും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. അടുത്തതായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളെ സ്വന്തം പെന്നി വോട്ടാണ്. പെന്നി വോട്ടിൻ്റെ ഒരു ചെറിയൊരു ബഞ്ച് എടുത്തിട്ട് നമ്മൾ അത് അടുത്തൊരു കോർണറിൽ നോക്കി സെറ്റ് ചെയ്തു കേട്ടോ. ഫസ്റ്റ് പ്ലാന്റ് സെറ്റ് ചെയ്ത ഒരു കോർണറിലാണ്, പെന്നി വോട്ട് സെറ്റ് ചെയ്യുന്ന അടുത്ത കോർണറിലാണ്. അടുത്തതായി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന വെനസലേരിയുടെ ഒരു മെയിൻ ടൈപ്പാണ്. നമ്മളിവിടെ ഒരു കാർപ്പറ്റ് പ്ലാന്റ് പോലെയാണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചത്. മാക്സിമം ഫ്രണ്ട് ഏരിയ ഫുള്ള് കവറാവുന്ന രീതിയിൽ നമ്മൾ പ്ലാന്റുകൾ ഫുള്ള് പ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തതായി നമ്മൾ പ്ലേസ് ചെയ്യുന്ന ബെക്കോബയാണ്. അത് നമ്മൾ അടുത്തൊരു കോർണറിൽ നോക്കി പ്ലേസ് ചെയ്തു കേട്ടോ. അടുത്തതായി നമ്മൾ ഒരൊറ്റ ഗ്രാസിൻ്റെ തണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതോടെ നമ്മൾ പ്ലാന്റ്സ് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഫില്ല് ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ.
വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ മെല്ലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വയ്ക്കുന്നത് കേട്ടോ. ഈ അക്വേറിയത്തിൽ യൂസ് ചെയ്ത എല്ലാ പ്ലാന്റ്സും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാവരും കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ.